ഇന്നൊരു സൺഡേ കാരണം തന്നെ നമ്മൾ രാവിലെ തന്നെ അമ്പലങ്ങളിലേക്കൊക്കെ പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. രാവിലെ തന്നെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള തറവാട്ടമ്പലത്തിൽ പോയി തൊഴുതിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നേക്കുന്നത്. ഇത് നമ്മുടെ കലിക്കൽ പകുതി ക്ഷേത്രമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വന്ന് നമ്മൾ പുഷ്പാഞ്ജലി വഴിപാടൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ചീട്ടൊക്കെ കൊണ്ട് അകത്ത് വെച്ച് നമ്മൾ തൊഴുതിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് ഞായറാഴ്ച കാരണം കഴിച്ച് നല്ല തിരക്കുണ്ടായിരുന്നു. ഒട്ടും തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഒരു ചേച്ചി മാത്രമേ ഉണ്ടായുള്ളൂ, പിന്നെ ശാന്തിമാരും. പിന്നെ ഞങ്ങൾ ഇതേ തൊഴുത് പുറത്തോട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇറങ്ങിയപ്പോൾ നമ്മുടെ ഗുരുദേവൻ്റെ മന്ദിരമൊക്കെ കണ്ടിട്ട് അവിടെ പോയി തൊഴുതിട്ട് വേണം നമ്മൾ പുറത്തേക്ക് ഇറങ്ങാൻ. അപ്പോൾ അവിടെയും തൊഴുത് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നുണ്ടോ. പിന്നെ നമ്മൾ നേരെ പോണത് ഈ വീട്ടിലേക്കല്ല കേട്ടോ. നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു തട്ടകത്ത് അമ്പലമുണ്ട്. നമ്മുടെ ചന്ദനക്കുന്ന് എന്ന് പറയും ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമാണ് കേട്ടോ. അവിടെ കുംഭം 1-ാം തീയതി എല്ലാ വർഷവും ഉത്സവം ഉണ്ടാവാറുണ്ട്, കാവടി മഹോത്സവം ഉണ്ടാവാറുണ്ട് കേട്ടോ. അതാണ് നമ്മുടെ അടുത്തുള്ളൊരു വലിയ ക്ഷേത്രം എന്ന് പറയുന്നത് കേട്ടോ. ഇപ്പോഴത്തെ നമ്മുടെ ഒരു പഴനിയുടെ മോഡൽ തന്നെയാണ് കേട്ടോ. ഒരു കുന്നും സ്റ്റെപ്പുകളൊക്കെ ആയിട്ട് തന്നെ. ശരിക്കും ബാലമുരുക ക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെയോട്ട് വന്നു. ഇവിടെയും വന്ന് നമ്മളിത് പുഷ്പാഞ്ജലിയും എള്ളുതിരിയൊക്കെ കത്തിക്കാൻ കേട്ടോ. ഇതൊരു നവഗ്രഹ ക്ഷേത്രം കൂടിയാണ് കേട്ടോ. നവഗ്രഹ ക്ഷേത്രങ്ങൾ വളരെ കുറവാണല്ലോ. ഇതിപ്പോൾ നവഗ്രഹ ക്ഷേത്രമാണ്. പിന്നെ ഞാൻ എല്ലാ ശനിയാഴ്ചയും വരാൻ നോക്കാറുണ്ട്. എള്ളുതിരിയൊക്കെ കത്തിക്കാൻ നല്ലതല്ല ശനിയാഴ്ച എള്ളുതിരി കത്തിക്കുന്നത്. പിന്നെ നമ്മളിതേ പ്രസാദമൊക്കെ വാങ്ങിച്ച് പുറത്തായിട്ട് ഇറങ്ങി കഴിച്ചു കേട്ടോ. പുറത്ത് ഇറങ്ങിയിട്ട് വേണം പ്രസാദം കഴിക്കാനായിട്ട്. പിന്നെ അതേ അവിടെ നിന്ന് നേരെ നമ്മൾ വീട്ടിലോട്ട് പോന്നിട്ടുണ്ട്. വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് നല്ല കാറ്റും ഇതൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ കാറ്റും ഇപ്പോൾ അവൾ പറഞ്ഞു നമ്മുടെ മലയൊക്കെ നോക്കി ചേച്ചി. കാരണം ഞങ്ങളുടെ വീടിൻ്റെ സൈഡൊക്കെ നല്ല മല സൈഡാണ് കേട്ടോ. കാരണം ഭംഗിയൊക്കെ ഉണ്ട് കാണാൻ. പക്ഷെ മഴ പെയ്താൽ ഞങ്ങൾക്ക് ഭയങ്കര പേടിയാണ്. ഇവിടെ ഉരുളൊക്കെ പൊട്ടിയ കാരണം കൊണ്ടേ. പിന്നെ ഈ എൻ്റെ വീട്ടിലെത്തി പിന്നെ മക്കളെ അന്വേഷിച്ചപ്പോഴേ വലിയൊരു ദുരന്തം കേട്ടോ ഇവിടെ കാണണത്. അനിയൻ പോയി അനിയൻ്റെ റൂമിന് സ്റ്റഡി റൂമായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതെനിക്ക് തോന്നുന്നു കൊടുക്കണ്ടായിരുന്നു. അതേ അവസ്ഥയിലാണ് നമ്മുടെ റൂമാക്കിയിട്ടേക്കുന്നത്. രണ്ടാളോടും ചോദിച്ചപ്പോൾ രണ്ടാളും പറയണേ ഞങ്ങൾ റെഡിയാക്കണത് അന്ന് നോക്കിയെന്ന് പറഞ്ഞ് കാണിച്ചു തരട്ടെ നിങ്ങൾക്കത്. ഇതാണ് ഇവിടുത്തെ വലിയ ദുരന്തം. ദുരന്തത്തിന് അപ്പുറം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്നും വിചാരിക്കും. ആകെ നിരത്തി. എനിക്കിത് കാണുന്നേക്കാളും വലിയ ദേഷ്യം ഒന്നുമില്ല. എല്ലാ ബുക്കുകളും നിരത്തിയിട്ടുണ്ട്. അപ്പോൾ ചേട്ടനെ അനിയനും കൂടെ അതൊന്ന് അടക്കി പറക്കലാണ് എന്നിട്ട് ഡ്യൂട്ടി. ഞാൻ പറഞ്ഞു നല്ല കാര്യം. ഇവർക്ക് സൗകര്യം കൂടിക്കഴിഞ്ഞാലുള്ള കുഴപ്പം ഇതാണ്. ഇതിന് സൗകര്യം കുറഞ്ഞു കഴിഞ്ഞാൽ അടക്കി പറക്കി മര്യാദയ്ക്ക് വെച്ചാൽ. അവൻ പോയിപ്പോൾ മര്യാദയ്ക്ക് പറഞ്ഞതാ ഇത് റൂം ഒന്നും ചെയ്യണ്ടെന്ന്. ഞാൻ പിന്നെ എന്തെങ്കിലും ചെയ്തോട്ടെ വെച്ച് കൊടുത്തത്. ഈ കോലത്തിലാക്കും ഞാൻ വിചാരിച്ചില്ല. അപ്പോഴാണ് നമ്മുടെ അച്ഛൻ പറയണ പണിക്ക് പോയിട്ടുണ്ട് ചക്ക പാതി വഴിയിൽ എത്തിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ നമുക്ക് അതെടുക്കാൻ പോയാലോ. അതിനത് അന്വേഷിച്ച് നടക്കണ്ട. ഇവിടെ ഒന്നും കാണാനില്ല. അപ്പോൾ നമ്മുടെ വാട്ടർ കണക്ഷൻ്റെ പൈപ്പുകൾ ഇവിടെ വലിയ പൈപ്പുകൾ കൊണ്ടിട്ടുണ്ട്. അതിൻ്റെ സൈഡിലാന്നൊക്കെ പറഞ്ഞിട്ടാണ് എന്നെ വിട്ടത്. അപ്പോൾ നോക്കുമ്പോൾ ഇവിടെ നിന്ന് തപ്പി കാണാല്ല അറ്റത്ത് കൊണ്ടുവച്ചിട്ടുണ്ട് ചക്ക. അപ്പോൾ ഞാൻ ചക്ക കണ്ടുപിടിച്ചു. ഇനി ചക്കേനെ എടുക്കാനായിട്ട് ചക്ക നിറച്ച് പശയാണ്. എന്ത് ചെയ്യുന്ന വെച്ചിട്ട് ഞാൻ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ചക്കേനെ ഞാൻ ഏറ്റി വീട്ടിലേക്ക് കൊണ്ടുണ്ട്. എന്തായാലും പറഞ്ഞതല്ലേ. വീട്ടിലോട്ട് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. മഴയും ചാറുണ്ട്. ഇതിനൊന്ന് ഞാൻ വീട്ടിലേക്ക് എത്തിക്കട്ടെ കേട്ടോ. അപ്പം ഞാൻ അപ്പുറത്തെ വഴി കൂടെ വരുമ്പോഴേ രണ്ടാൾക്കാരും റോട്ടിൽ നിന്ന് ഓടി വരുന്ന ഇപ്പുറത്തെ വഴി കൂടെ എന്നെ അന്വേഷിച്ച് ഒതുക്കാനെത്തിയ ആൾക്കാരാ. ചക്കേനത് വീട്ടിൽ കൊണ്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ.